Hello guys, Assalamualaikum. Welcome back to our channel Frankiewrap. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫ്രാങ്കി റാപ്പിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം ഫീഡ്ബാക്ക് കൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു റാപ്പ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം കുറച്ച് ഓയിലൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുമ്മിൻ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ജീരകവും അതുപോലെ തന്നെ നമ്മുടെ ഗാർലിക്കൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ഞാൻ അരിഞ്ഞെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടിയും, ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായി ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഉള്ളി വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയിലേക്ക് 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ മസാലയ്ക്ക്. പിന്നെ ഞാൻ 3 മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ ബോയിൽ ചെയ്തതിന് ശേഷം അതിനെ തൊലിയൊക്കെ കളഞ്ഞ് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മസാലയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് റാപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഫ്രാങ്കി റാപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റെഡിമെയ്ഡ് കുബൂസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എൻഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് ഞങ്ങളിപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള പൊട്ടാറ്റോൻ്റെ മസാലയാണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ഞങ്ങൾക്ക് ക്യാബേജും അതുപോലെ തന്നെ തക്കാളിയും നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് വെച്ച് കൊടുക്കാം. അതിനിപ്പുറത്തെ സൈഡിലായിട്ട് ഞാൻ ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്താണ് വെച്ച് കൊടുക്കുന്നത്. അതിന് താഴെയായിട്ട് ഞങ്ങൾക്ക് മൊസറല്ല ചീസ് കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലയിൽ വെച്ചിട്ട് ഈ ഒരു റാപ്പ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾ ഷവർമൻ്റെ മസാല യൂസ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയും ഏത് മസാല വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള റാപ്പ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കുറച്ച് അധികമായിട്ട് തന്നെ ഞാൻ ഇവിടെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ചീസി റാപ്പാകുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇനി ഞങ്ങൾക്ക് ഈ ഒരു എൻഡിൽ നിന്ന് മുകളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലെഫ്റ്റിലേക്ക് ഫോൾഡ് ചെയ്യാം, അതിനുശേഷം താഴോട്ടേക്ക്. ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് ബാക്കിയുള്ള റാപ്പ് കൂടെ തയ്യാറാക്കിയെടുക്കാം. ഇനി ഞങ്ങൾക്ക് ഈ റാപ്പ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. അതിനായി ഞാനിവിടെ ഒരു ഓട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബട്ടർ തേച്ച് കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഈ റാപ്പ് ഒന്ന് തിരിച്ചും മറിച്ച് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കയ്യിൽ വെച്ച് നന്നായി പ്രസ് ചെയ്തിട്ട് വേണം ടോസ്റ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബ്രെഡ് ടോസ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ടോസ്റ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഈ റാപ്പ് കഴിക്കാനായിട്ട് ഞാനിവിടെ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ഒരു സോസാണ് തയ്യാറാക്കുന്നത്. 2 പച്ചമുളക് നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 10 ml വിനെഗറും ഒരു 5 ml വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ റാപ്പ് ഇതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വളരെയധികം ടേസ്റ്റിയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടിപ്പുറത്ത് ബെല്ലൈക്കുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ എന്നെ ഇടുന്ന എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി കിട്ടും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ. അസ്സലാമു അലൈക്കും.